ഇന്ന് രാവിലെ നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റിന് എന്താണ് കഴിച്ചത്? ദോശ, ഇഡ്ഡലി, അതോ പുട്ടോ? ഉച്ചയ്ക്ക് മിക്കവാറും കഴിച്ചത് ഊണാവും. ആവി പറക്കുന്ന ദം ബിരിയാണി സാപ്പിടാൻ ഭാഗ്യമുണ്ടായ ചിലരും കാണും. അതോ നല്ല ചൂട് പൊറോട്ട ചീന്തി എടുത്ത് ബീഫ് ഫ്രൈ അതിൽ ഒളിപ്പിച്ച് കഴിക്കുകയായിരുന്നോ? സന്ധ്യയാവുമ്പോഴേക്കും ചിലരെങ്കിലും പറഞ്ഞിട്ടുണ്ടാവും, രാത്രി ചോറ് കഴിക്കണ്ട, ചപ്പാത്തി മതി, ഡിന്നർ നേരത്തെ കഴിക്കുന്നതാണ് നല്ലത്. ഇതെല്ലാം എത്ര സ്വാഭാവികമായിട്ടാണ് ഇന്ന് നമ്മുടെ ജീവിതത്തിൽ നടക്കുന്നത്. പക്ഷെ നിങ്ങൾ എപ്പോഴെങ്കിലും ഒരു കാര്യം ഒന്ന് ഓർത്തു നോക്കിയിട്ടുണ്ടോ? പണ്ട് നൂറ്റാണ്ടുകളോ സഹസ്രാബ്ദങ്ങളോ മുമ്പല്ല, അതിനൊക്കെ എത്രയോ മുമ്പ്, അതായത് പരിണാമ വഴികളിൽ മനുഷ്യനെന്ന ജീവിവർഗത്തിന്റെ ഉത്ഭവം ഉണ്ടായ കാലത്ത് ആഫ്രിക്കയിലെ ഘോര വനാന്തരങ്ങളിലൊന്നിൽ നമ്മുടെ അതിപുരാതന പൂർവികർ രാവിലെ എഴുന്നേറ്റ് കണ്ണും മിഴിച്ചിരുന്ന് എന്തായിരിക്കും ചിന്തിച്ചിട്ടുണ്ടാവുക? വിശപ്പിന്റെ വിളി അടിവയറ്റിൽ അനക്കങ്ങൾ സൃഷ്ടിക്കുമ്പോൾ എന്ത് തിന്നുന്നതിനെ കുറിച്ച് ആയിരുന്നിരിക്കും അവർ ആലോചിച്ചിട്ടുണ്ടാവുക. അന്ന് തീ കണ്ടുപിടിച്ചിട്ടില്ല, പാചകം ചെയ്യാൻ അടുക്കളയോ മറ്റു ഉപകരണങ്ങളോ ഒന്നുമില്ല. നിലനിൽപ്പിനു വേണ്ടി, ഉദരപൂരണത്തിന് ആകെ ഉണ്ടായിരുന്ന ഒരു മാർഗം ഇലകളോ പുല്ലോ പഴങ്ങളോ ഒക്കെ കണ്ടെത്തി കടിച്ചു പറിച്ച് തിന്നുക എന്നത് മാത്രമായിരുന്നു. ഭാഗ്യമുണ്ടെങ്കിൽ ചിലപ്പോൾ കാട്ടിലൂടെ നടക്കുന്നതിനിടയ്ക്ക് വല്ല മൃഗങ്ങളും ചത്തുകിടക്കുന്നത് കാണാം. അപ്പോഴും വെറും കൈകൊണ്ട് കീറിപ്പിളർന്ന് പച്ചയിറച്ചി അകത്താക്കണം. യാദൃച്ഛികമായിട്ടാണെങ്കിലും തീ കണ്ടെത്തിയത് എല്ലാം മാറ്റിമറിച്ചു. ചവച്ചിറക്കാൻ പ്രയാസമുണ്ടായിരുന്ന പച്ച മാംസത്തിന് മാർദ്ദവുമേറി. മനുഷ്യന്റെ രസമുകുളങ്ങളിലേക്ക് സ്വാദെന്ന അനുഭവം ആദ്യമായി ഊർന്നിറങ്ങി. പിന്നാലെ ഉപ്പ് വന്നു, എരിവ് വന്നു, പുളി വന്നു, എണ്ണകൾ വന്നു, മറ്റ് മസാലക്കൂട്ടുകൾ വന്നു. അറിയാത്ത ഇലകളും കായ്കളും രുചി നോക്കി എത്രയോ മനുഷ്യർ രക്തസാക്ഷികളായി എങ്കിലും പയ്യെ നമ്മൾ ഭക്ഷണം എന്ന വാക്കിന്റെ നിർവചനം മെച്ചപ്പെടുത്തി. പാചകമെന്ന കല വളർന്നു. മനുഷ്യൻ ഭക്ഷണം കേടാകാതെ സൂക്ഷിക്കാനും പഠിച്ചു. ഇന്ന് കാണുന്ന 3-4 നേരത്തെ ആഹാരശീലങ്ങളിലേക്ക് നമ്മൾ മനുഷ്യർ എത്തിപ്പെട്ടതിൻ്റെ നാൾവഴികൾ ഒരുപക്ഷെ നമ്മളിൽ പലർക്കും ചിന്തിക്കാനാവുന്നതിലും എത്രയോ രസകരമാണ്, കൗതുകകരമാണ്, വിചിത്രവുമാണ്. അതിൻ്റെ കഥ നമ്മൾ മനുഷ്യർ ഇത്രയും കാലം കൊണ്ട് ആർജിച്ചെടുത്ത സംസ്കാരത്തിൻ്റെ കൂടി ചരിത്രമാണ്. വീണുകിട്ടിയതും വേട്ടയാടി പിടിച്ചതുമെല്ലാം പച്ചയ്ക്ക് കഴിച്ചു ശീലിച്ച പൗരാണിക മനുഷ്യന് പരിണാമത്തിൻ്റെ നാൾവഴികളിൽ എവിടെയോ വെച്ച് വീണുകിട്ടിയ പാചകമെന്ന വെളിപാടിൻ്റെ കഥ. തീയും ഉപ്പും മസാലക്കൂട്ടുകളും സുഗന്ധവ്യഞ്ജനങ്ങളും ചേർന്ന് സൃഷ്ടിച്ച ആ സവിശേഷ അനുഭൂതി മനുഷ്യന് തൻ്റെ സഹജീവികളെയെല്ലാം സ്വന്തം വിരൽത്തുമ്പിൽ നിയന്ത്രിച്ചു നിർത്താനുള്ള ആയുധമായി മാറിയതിൻ്റെ കഥ. അത് വല്ലാത്തൊരു കഥയാണ്. ഏതാണ്ട് 25 ലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് ഇരുകാലികളായ നമ്മുടെ പൂർവികർ ആഫ്രിക്കയിലെ മരങ്ങളിൽ നിന്ന് താഴെയുള്ള പുൽമേടുകളിലേക്ക് ഇറങ്ങി. അന്നുവരെ കഴിഞ്ഞിരുന്ന മരക്കൊമ്പുകൾ വിട്ട് അങ്ങനെ താഴെ ഭൂമിയിലേക്ക് ഇറങ്ങാൻ അവരെ പ്രേരിപ്പിച്ചത് എന്താകും എന്ന ചോദ്യം നമ്മുടെ നരവംശ ശാസ്ത്രജ്ഞരെ ഏറെക്കാലം കുഴക്കിയ ഒന്നാണ്. അതിനുള്ള ഉത്തരം ഒരുപക്ഷെ വളരെ ലളിതമാകാനിടയുണ്ട്. വിശപ്പ്, വയറിൻ്റെ വിളി. പരിണാമത്തിൻ്റെ നാൾവഴികളിൽ ആഫ്രിക്കയുടെ സസ്യപ്രകൃതിക്കും കാര്യമായ മാറ്റങ്ങൾ വന്നിരുന്നു. മനുഷ്യർ അന്നുവരെ താമസിച്ചിരുന്ന മരങ്ങൾ പലതും ഇല്ലാതെയായി. ആയിരക്കണക്കിന് വർഷങ്ങൾ എടുത്തിട്ടാണ് എങ്കിലും ഭൂതലം പുൽമേടുകൾക്ക് വഴിമാറി. ആ പുതിയ സാഹചര്യത്തിൽ വിശപ്പടക്കാനുള്ള ഇലകളും പഴങ്ങളുമൊക്കെ കിട്ടാതെ വന്നപ്പോഴായിരിക്കും ഒടുവിൽ അവർ മണ്ണിലേക്ക് ഇറങ്ങി നടന്നിട്ടുണ്ടാവുക. ആദ്യമായി മണ്ണിലേക്ക് ഇറങ്ങിയപ്പോഴും 4 കാലിൽ തന്നെ ആയിരുന്ന ഇവർ പിന്നീടെന്നോ അതിജീവനത്തിനും വേട്ടയ്ക്കും വേണ്ടി എഴുന്നേറ്റ് നിന്നു, പിന്നാലെ നടന്നു തുടങ്ങി. കിഴക്കൻ ആഫ്രിക്കയിൽ ഓസ്ട്രലോപിത്തക്കസ് എന്ന പേരിൽ അറിയപ്പെടുന്ന ബൈപ്പഡൽ ഏപ്പുകളുടെ പരമ്പരയിൽപ്പെടുന്ന ഒരു ജീവിവർഗത്തിൽ നിന്നാണ് നമ്മൾ ഇന്ന് മനുഷ്യരൂപം എന്ന് ഏകദേശമെങ്കിലും പറയുന്ന കൂട്ടരുടെ പരിണാമ വഴി ആരംഭിക്കുന്നത്. 20 ലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് എന്നോ ഈ കൂട്ടത്തിൽപ്പെട്ട ചില പുരാതന ജീവികൾ, സ്ത്രീകളും പുരുഷന്മാരും, അവർ അന്നുവരെ കഴിഞ്ഞുകൂടിയിരുന്ന ആവാസ സ്ഥാനങ്ങൾ വെടിഞ്ഞ് വടക്കൻ ആഫ്രിക്ക, യൂറോപ്പ്, ഏഷ്യ എന്നീ ദേശങ്ങളിലേക്ക് നടന്നു തുടങ്ങി. ആ യാത്രയിൽ പലയിടത്തും പല കാലത്തും പലതരം കാലാവസ്ഥയായിരുന്നു. വടക്കൻ യൂറോപ്പിലെ കാടുകൾ അന്ന് മഞ്ഞു മൂടിക്കിടക്കുകയാണ്. ഇന്നത്തെ ഇന്തോനേഷ്യയൊക്കെ വരുന്ന ഭാഗത്താണെങ്കിൽ ഇടതൂർന്ന് വളർന്നു കിടക്കുന്ന നിത്യഹരിത വനങ്ങളാണ്. സ്വാഭാവികമായും ഓരോ ഇടത്തും മനുഷ്യന്റെ അതിജീവനത്തിന് വേണ്ടിയിരുന്നത് വ്യത്യസ്തമായിട്ടുള്ള സ്കിൽ സെറ്റുകളായിരുന്നു. അതുകൊണ്ട് തന്നെ കാലക്രമത്തിൽ ഈ ഓരോ പ്രദേശത്തും വാസമുറപ്പിച്ച മനുഷ്യർക്ക് പരിണാമം സംഭവിച്ചതും പല രീതിയിലായിരുന്നു. ഉദാഹരണത്തിന് ഹോമോ നിയണ്ടർതാലൻസിസ് അഥവാ നിയണ്ടർതാലുകൾ ഏറ്റവും അധികം കാണപ്പെട്ടിരുന്നത് യൂറോപ്പിലും പശ്ചിമേഷ്യയിലുമായിരുന്നു. ശൈത്യയുഗത്തിലെ കഠിനമായ തണുപ്പിനെ അതിജീവിച്ച അവർക്ക് കരുത്തുള്ള പേശികൾ ഉണ്ടായി. അതുപോലെ നമ്മൾ ഹോമോ ഇറക്ടസ് എന്ന് വിളിക്കുന്ന കൂട്ടർ പ്രധാനമായും വിഹരിച്ചിരുന്നത് കിഴക്കൻ ഏഷ്യയിലായിരുന്നു.
പലപ്പോഴും നമ്മൾ മനുഷ്യ പരിണാമത്തെ മനസ്സിലാക്കുന്നത് ഒരു വർഗത്തിന് പിന്നാലെ അടുത്ത വർഗം ഉണ്ടായി എന്ന മട്ടിലാണ്. അതായത് ഓസ്ട്രലോപിത്തക്കസിന് ശേഷം ഹോമോ ഹാബിലസ്, അതിന് പിന്നാലെ ഹോമോ ഇറക്റ്റസ്, പിന്നെ നിയാൻഡർതാലുകൾ, പിന്നെ നമ്മൾ ഹോമോസാപ്പിയൻസ് എന്നാണ് പലരുടെയും ധാരണ. എന്നാൽ അത് അത്ര കണ്ട് വസ്തുനിഷ്ഠമല്ല. 20 ലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് തൊട്ട് ഏതാണ്ട് 10,000 വർഷം മുമ്പ് വരെ ഇതുവരെ പറഞ്ഞു വെച്ച പല വർഗത്തിൽപ്പെട്ട മനുഷ്യരും ഒരേ സമയം പുലർന്നു വന്ന ഒരിടമാണ് നമ്മുടെ ഭൂമി. അവ ഒന്നൊന്നിനേക്കാൾ പഴയ മനുഷ്യപ്രജാതികളല്ല, നമ്മുടെ മനുഷ്യകുലത്തിൻ്റെ തന്നെ സമാന്തര വേർഷനുകളാണ് എന്നർത്ഥം. കൂട്ടത്തിൽ ഓസ്ട്രലോപിത്തക്കസിന് ഉണ്ടായിരുന്നത് ഏകദേശം 400 മുതൽ 500 ക്യൂബിക് സെന്റിമീറ്റർ വലിപ്പത്തിലുള്ള തലച്ചോറാണ്. ഫൈബർ സമ്പുഷ്ടമായ ലോ കാലറി ഇലകളും പുല്ലും പഴങ്ങളും വിത്തുകളുമൊക്കെയാണ് ഇവരുടെ കഴിപ്പ്. പ്രതിദിനം ഇവർക്ക് വേണ്ടുന്ന 2000 കാലറി ഊർജ്ജം കിട്ടണമെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് 6 മണിക്കൂർ നേരമെങ്കിലും ഭക്ഷണം ചവച്ചരയ്ക്കാൻ വേണ്ടി മാത്രം ഇവർ ചെലവിട്ടേ പറ്റൂ. ഒരുപാട് ലോ ക്വാളിറ്റി ഫുഡ് അകത്ത് നിന്ന് പ്രോസസ്സ് ചെയ്യണമെന്നുള്ളത് കൊണ്ട് അവരുടെ കുടലും ആമാശയവും ഒക്കെ വളരെ വലുതായിരുന്നു. പരിണാമചക്രം തിരിഞ്ഞ് ഹോമോ ഇറക്ടസിലേക്ക് എത്തിയപ്പോഴേക്കും തലച്ചോറിന്റെ വലിപ്പം നേരത്തെ ഓസ്ട്രോപിത്തക്കസിൽ ഉണ്ടായിരുന്നതിൽ നിന്ന് വർദ്ധിച്ച് ഏകദേശം 900 ക്യൂബിക് സെന്റിമീറ്റർ ആയിട്ട് മാറുന്നു. ഇങ്ങനെ തലച്ചോറിന്റെ വലിപ്പം ഏറിയത് ഒരേ സമയം അനുഗ്രഹവും ശാപവുമായിരുന്നു. ശരീരത്തെ സംബന്ധിച്ചിടത്തോളം എല്ലുറപ്പുള്ള തലയോട്ടിക്കുള്ളിൽ ഇത്ര വലിയൊരു തലച്ചോറിനെ പരിപാലിച്ചുകൊണ്ട് നടക്കുക എന്ന് പറയുന്നത് വളരെ ശ്രമകരമായൊരു പണിയായിരുന്നു. തലച്ചോറിന്റെ വലിപ്പം ഏറിയപ്പോൾ അതിന് പ്രവർത്തിക്കാൻ കൂടുതൽ ഊർജ്ജവും ആവശ്യമായി വന്നു. ഹോമോസാപ്പിയൻസിന്റെ കാര്യത്തിലാണെങ്കിൽ ആകെ ശരീരത്തിന്റെ കേവലം 2-3% മാത്രം വലിപ്പമുണ്ടായിരുന്ന തലച്ചോർ ശരീരം ഭക്ഷണം ദഹിപ്പിച്ച് ഉൽപ്പാദിപ്പിച്ചിരുന്ന ഊർജ്ജത്തിന്റെ 4/1 ചെലവാക്കുന്ന ഒന്നായിട്ട് മാറി. ഈ ഒരു ഘട്ടത്തിലാണ് യാദൃച്ഛികമായിട്ടാണെങ്കിലും മനുഷ്യൻ തീ കണ്ടെത്തുന്നത് എന്നല്ല പറയേണ്ടത്, തീക്ക് ഒരു ഭക്ഷണം എന്ന നിലയ്ക്ക് പച്ചമാംസത്തിനുള്ള ക്വാളിറ്റിയിൽ ചെലുത്താൻ കഴിയുന്ന സ്വാധീനം തിരിച്ചറിയുന്നത് എന്ന് വേണം പറയാൻ. പ്രസിദ്ധ ആർക്കിയോളജിസ്റ്റ് ആയിട്ടുള്ള ഡോക്ടർ ഫ്രാൻസിസ്കോ ബേർണ ദക്ഷിണാഫ്രിക്കയിലെ വണ്ടർവെക് ഗുഹയിൽ നിന്ന് കണ്ടെടുത്തിട്ടുള്ള തെളിവുകളിലെ വുഡൻ ആഷിന്റെ സാന്നിധ്യത്തെ മുൻനിർത്തി പറഞ്ഞു വെക്കുന്നത് ഏതാണ്ട് 17 ലക്ഷം വർഷം മുമ്പെങ്കിലും മനുഷ്യരുടെ ജീവിതത്തിൽ തീയുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു എന്നാണ്. തീ മനുഷ്യന് വെളിപ്പെടുന്നത് ഇടിമിന്നലിലൂടെയോ അല്ലെങ്കിൽ അഗ്നിപർവ്വത വിസ്ഫോടനത്തിലൂടെയോ ഒക്കെ ഉണ്ടായ കാട്ടുതീയുടെ രൂപത്തിൽ ആവാനാണ് സാധ്യത. അന്ന് സ്കാവഞ്ചിങ് ശീലമായിരുന്ന മനുഷ്യർ കാട്ടുതീയിൽപ്പെട്ട് വെന്തു മരിച്ച ഏതോ വന്യമൃഗത്തിന്റെ ഇറച്ചി കഴിക്കാൻ ശ്രമിച്ചപ്പോഴാകും ആദ്യമായി വെന്ത മാംസത്തിന്റെ രുചി മനസ്സിലാക്കി കാണുക. കേവലം യാദൃച്ഛികതയുടെ പുറത്തുണ്ടായിട്ടുള്ള ഈ മാറ്റത്തിന് പക്ഷേ നമ്മുടെ നിലനിൽപ്പിനും പരിണാമത്തിനും മേൽ ചെലുത്താനായത് വളരെ വലിയ സ്വാധീനങ്ങളാണ്. അന്ന് ആദ്യമായി ചുട്ട ഇറച്ചി കഴിച്ച നമ്മുടെ പൂർവികർക്ക് മനസ്സിൽ എന്തായിരിക്കും തോന്നിക്കാണുക? പുറത്ത് ഒരു ക്രിസ്പിനെസ് തോന്നിക്കാണും, അകത്തുള്ള വെന്ത മാംസം ചവച്ചരയ്ക്കാൻ കുറെ കൂടി എളുപ്പമുണ്ട്. അതുപോലെ മാംസത്തിലെ ജ്യൂസി ആയിട്ടുള്ള അംശങ്ങൾ ചിലത് അന്ന് ആദ്യമായി അവരുടെ രസമുകുളങ്ങളിൽ മറ്റൊരു സ്വാദിൽ പതിഞ്ഞു കാണും. അന്നുവരെ കഴിച്ചു പോകുന്ന പച്ചമാംസത്തെക്കാൾ സ്വാദുണ്ടല്ലോ വെന്ത ഇറച്ചിക്ക് എന്ന് അന്ന് അവർ മനസ്സിൽ പറഞ്ഞു കാണും. സുപ്രസിദ്ധ ആന്ത്രപ്പോളജിസ്റ്റ് ആയിട്ടുള്ള റിച്ചാർഡ് റാങ്കം പാചകത്തെ വിളിക്കുന്നത് ദ ബിഗ്ഗസ്റ്റ് റെവല്യൂഷൻ ഇൻ ഹ്യൂമൻ ഹിസ്റ്ററി, അഥവാ മനുഷ്യരാശിയുടെ ഉൽപ്പത്തി ചരിത്രത്തിലെ ഏറ്റവും വലിയ വിപ്ലവം എന്നാണ്. കൃഷിപ്പണിയേക്കാൾ ചക്രങ്ങളുടെ കണ്ടുപിടുത്തത്തെക്കാൾ വലിയ വിപ്ലവം. കാരണം പാചകം മനുഷ്യനെ മനുഷ്യപ്പറ്റുള്ളവനാക്കി. ഒന്ന് ആലോചിച്ച് നോക്കുക, തീ കണ്ടുപിടിച്ച് ഭക്ഷണം വെന്തു കിട്ടുന്നതിന് മുമ്പുള്ള കാലം മനുഷ്യരെന്നും ആഹരിച്ചിരുന്നത് ഹൈ ഫൈബർ ഇലകളും പുല്ലും പഴങ്ങളും മാത്രമാണ്. അതാണെങ്കിൽ ദിവസേന 6 മണിക്കൂർ നേരമെങ്കിലും ചവച്ചരച്ചാൽ മാത്രമേ നിത്യേന വേണ്ട 2000 കാലറി ഊർജ്ജം കിട്ടൂ എന്നൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നതാണ്. ഇങ്ങനെ ഭക്ഷണത്തിന് വേണ്ടി ഒരുപാട് സമയം ചെലവിടേണ്ടി വന്നിരുന്നുകൊണ്ട് അന്ന് മനുഷ്യർക്ക് മറ്റൊന്നിനുമുള്ള നേരം കിട്ടുന്നുണ്ടായിരുന്നില്ല. തീയിൽ ചുട്ടും വേവിച്ചുമൊക്കെ ഭക്ഷണം അകത്തിയെല്ലാം തുടങ്ങിയതോടെ ഗുണഫലങ്ങൾ പലതുമുണ്ടായി. തീ മാംസത്തിൽ പിടിക്കുമ്പോൾ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് അതിലെ തന്മാത്രകളെ പിടിച്ചുകുലുക്കി വേർപെടുത്തുകയാണ്. അങ്ങനെ ചെയ്യുമ്പോൾ പച്ചയിറച്ചി ചവച്ചരയ്ക്കാൻ വേണ്ടി അന്നുവരെ അവർക്ക് ചെലവിടേണ്ടി വന്നിരുന്ന ഊർജ്ജം അവർക്ക് ലാഭിക്കാനായി. 2 തരത്തിൽ അതവർക്ക് ഗുണം ചെയ്തു. ഒന്ന്, ഒരു നേരം കൊണ്ട് പ്രോസസ്സ് ചെയ്യാവുന്ന ഭക്ഷണത്തിൻ്റെ അളവ് വർദ്ധിച്ചു. അതുപോലെ ഫുഡ് പ്രോസസ്സ് ചെയ്യാൻ വേണ്ടി ചെലവാകുന്ന ഊർജ്ജവും കാര്യമായി കുറഞ്ഞു വന്നു. ഭക്ഷണത്തിൻ്റെ ഗുണനിലവാരത്തിലുണ്ടായിട്ടുള്ള മാറ്റം മനുഷ്യൻ്റെ ശരീരഘടനയിലും കാര്യമായ മാറ്റങ്ങൾ ഉണ്ടാക്കി. നമ്മുടെ ലോവർ താടിയെല്ലുകളുടെ വലിപ്പം കുറഞ്ഞു വന്നു. പല്ലുകൾ നേരത്തേതിനേക്കാൾ ചെറുതായി. കുടലും അതുകൊണ്ട് തന്നെ വയറും ചുരുങ്ങി. ഭക്ഷണം ഇങ്ങനെ വെന്ത ശേഷം മാത്രം അകത്തിയെല്ലാം തുടങ്ങിയതോടെ ലാഭിക്കാനായി ഊർജ്ജം നേരെ ചെല്ലുന്നത് മനുഷ്യന്റെ തലയിലേക്കാണ്. കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്ന് കിട്ടുന്ന അധികോർജ്ജത്തിന്റെ 1/4 ഭാഗം തലച്ചോർ പ്രവർത്തിപ്പിക്കാൻ വേണ്ടി അവൈലബിൾ ആയി. സ്വാഭാവികമായും അതിലെ ന്യൂറോണുകളുടെ എണ്ണവും ഏറി വന്നു. അങ്ങനെ തലച്ചോറിന് ലഭ്യമായ അധികോർജ്ജം മനുഷ്യൻ ചിന്തിക്കാൻ വേണ്ടി പ്രയോജനപ്പെടുത്തി. ആദ്യകാലത്ത് യാദൃച്ഛികമായി കാട്ടുതീയിൽപ്പെട്ട് ബന്ധുമരിച്ച മൃഗങ്ങളുടെ ഇറച്ചി കഴിച്ചാണ് അതിന്റെ സ്വാദും ഗുണവും മനുഷ്യൻ മനസ്സിലാക്കിയത് എങ്കിൽ പിന്നീട് അവൻ തീയെ മെരുക്കിയെടുക്കാൻ പഠിക്കുന്നുണ്ട്.
തീ കൂട്ടി അതിനു ചുറ്റും കൂട്ടമായിരുന്ന് രാത്രി നേരങ്ങളിൽ അവൻ മാംസം ചുട്ടു തിന്നു തുടങ്ങി. ഇങ്ങനെയുള്ള ഈ ഗ്യാതറിങ്ങുകൾ ഭാഷകൾക്ക് വഴിവെച്ചു. ഭാഷ സംസ്കാരത്തിനും ഓർമ്മകൾക്കും മനുഷ്യഭാവനയ്ക്കും വഴിവെച്ചു. ആ തീക്ക് ചുറ്റും ഇരുന്നുകൊണ്ട് മനുഷ്യൻ കഥകൾ പറഞ്ഞു തുടങ്ങി. അവൻ കലകളിലും സാഹിത്യത്തിലും ഫിലോസഫിയിലും വ്യാപരിച്ചു. പിന്നാലെ മാനവ മഹാസംസ്കൃതികൾ ഉദയം കൊണ്ടു. മനുഷ്യനെ മറ്റുള്ള മൃഗങ്ങളിൽ നിന്ന് വ്യത്യസ്തനാക്കുന്നത് പരിണാമത്തിന്റെ വഴികളിൽ എവിടെയോ വെച്ചുണ്ടായ പാചകം എന്ന ഈ വെളിപാട് തന്നെയാണ്. അതിൽ നിന്ന് കിട്ടിയ ബൂസ്റ്റർ ഡോസിലാണ് അവൻ ഈ ലോകത്തിലെ മറ്റ് സകല ജീവികളെയും തൻ്റെ വിരൽത്തുമ്പിൽ നിയന്ത്രിക്കുന്ന തലത്തിലേക്ക് വളർന്നു വന്നത്. പിന്നീട് അങ്ങോട്ട് മനുഷ്യർ ചെയ്തത് ഇതേ പ്രവൃത്തിയുടെ ആവർത്തനം മാത്രമാണ്. നടുക്കുള്ള തീ മാത്രം പല രൂപങ്ങൾ ആർജിച്ചു. അത് അടുപ്പായി, ഗ്യാസ് സ്റ്റവായി, മൈക്രോവേവായി ഒക്കെ രൂപം മാറി എന്ന് മാത്രം. അടുത്തായിട്ട് കണ്ടെത്തപ്പെടുന്നത് ഉപ്പാണ്. വേട്ടയാടിക്കൊണ്ടിരുന്ന മനുഷ്യന് അവൻ കഴിച്ചിരുന്ന മൃഗങ്ങളുടെ ഇറച്ചിയിൽ നിന്ന് തന്നെ അവൻ്റെ ശരീരത്തിന് വേണ്ട ഉപ്പ് കുറേയൊക്കെ കിട്ടുമായിരുന്നു. ഈ മൃഗങ്ങൾ ജീവിച്ചിരുന്ന കാലത്ത് അകത്താക്കിയിരുന്ന വെള്ളത്തിൽ നിന്ന് അവരുടെ ശരീരത്തിൽ എത്തിയതായിരുന്നു ആ ഉപ്പ്. എന്നാൽ ഏതാണ്ട് 12 സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പ് മനുഷ്യർ കൂട്ടമായി താമസിച്ച് കൃഷി ചെയ്തു തുടങ്ങി. ധാന്യങ്ങൾ കൂടുതലായിട്ട് ആഹരിച്ചു തുടങ്ങിയതോടെ അവർക്ക് സോൾട്ട് ഡെഫിഷ്യൻസി വന്നു തുടങ്ങി. അതോടെ മനുഷ്യന്റെ ആരോഗ്യകരമായ നിലനിൽപ്പിന് ഉപ്പ് ഉൽപ്പാദിപ്പിച്ച് ഭക്ഷണത്തിൽ ചേർത്തേ മതിയാകൂ എന്ന അവസ്ഥ വന്നു. ജെറിക്കോ, കാറ്റലോയ്ക്ക് എന്നിവിടങ്ങളിലെ പുരാതന സെറ്റിൽമെന്റുകൾ പരിശോധിച്ചാൽ അവ പലതും ശുദ്ധജല, ഉപ്പുജല സ്രോതസ്സുകൾക്ക് സമീപത്തായിരുന്നു എന്നത് വ്യക്തമാണ്. ഈ സോഴ്സുകളിൽ നിന്ന് മനുഷ്യർ വളരെ പ്രാകൃതമായ രീതിയിൽ ഉപ്പ് ഉൽപ്പാദിപ്പിച്ചിരുന്നതിൻ്റെ തിരുശേഷിപ്പുകൾ ഈ പ്രദേശങ്ങളിൽ നിന്ന് ആർക്കിയോളജിസ്റ്റുകൾ കണ്ടെടുത്തിട്ടുമുണ്ട്. കടൽ തീരങ്ങളിൽ കുഴികൾ കുത്തി വെള്ളം പിടിച്ചു നിർത്തി വെയിൽ കൊള്ളിച്ച് അത് ആവിയാക്കിയും മനുഷ്യർ ഉപ്പ് ഉൽപ്പാദിപ്പിച്ചിരുന്നു. ഏതാണ്ട് 5000 BC യോടുകൂടി ഇന്നത്തെ ഓസ്ട്രിയ, ചൈന എന്നിവിടങ്ങളിൽ ഭൂമിക്കടിയിലെ ഉപ്പിൻ്റെ ഡെപ്പോസിറ്റുകളിലേക്ക് കുഴിച്ചു ചെന്നും മനുഷ്യർ ഉപ്പ് ഉൽപ്പാദിപ്പിച്ചതിൻ്റെ തെളിവുകളുണ്ട്. എന്തായാലും മനുഷ്യൻ്റെ ജീവിതത്തിലും സംസ്കാരത്തിലും ഉപ്പ് ചെലുത്തിയ സ്വാധീനം വളരെ വലുതാണ്. ഉപ്പ് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ സ്വാദ് കൂട്ടി, അതിൻ്റെ ഷെൽഫ് ലൈഫ് വർദ്ധിപ്പിച്ചു എന്ന് മാത്രമല്ല, നമ്മുടെ മസിൽ കൺട്രോൾ, ന്യൂറോ ട്രാൻസ്മിഷൻസ്, ഫ്ലൂയിഡ് ബാലൻസ് നിലനിർത്തുക തുടങ്ങിയ പല കാര്യങ്ങളിലും ഉപ്പ് വഹിക്കുന്ന പങ്ക് വളരെ വലുതാണ്. ചരിത്രത്തിൽ എവിടെ നോക്കിയാലും നമുക്ക് ഉപ്പിനെ കാണാം. വെനീസിലെ വ്യാപാര സാമ്രാജ്യത്തിന്റെ സ്ഥാപനം തൊട്ട് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിൽ വരെ ഉപ്പിന് വലിയ പങ്കുണ്ട്. നമ്മളിന്ന് ഉപയോഗിക്കുന്ന സാലറി എന്ന വാക്കിന് പിന്നിലുമുണ്ട് ഉപ്പിൻ്റെതായിട്ടുള്ള ഒരു ഒറിജിൻ. പണ്ട് റോമൻ സൈന്യത്തിലെ ഭടന്മാർക്ക് ഉപ്പ് വാങ്ങാൻ വേണ്ടി സെലേറിയം എന്ന പേരിൽ ഒരു അലവൻസ് ഉണ്ടായിരുന്നു. അതിൽ നിന്നാണ് സാലറി എന്ന ഇംഗ്ലീഷ് വാക്ക് ഉണ്ടാവുന്നത്. തീയിൽ വേവിക്കാനും ചുടാനും ഒക്കെ തുടങ്ങിയതോടെ, ഉപ്പ് ആ കുക്കിങ്ങിന്റെ ഭാഗമായതോടെ നമ്മുടെ ഭക്ഷണത്തിന് സ്വാദേറി എന്നതിൽ തർക്കമില്ല. പക്ഷേ എത്ര സ്വാദുള്ള ഭക്ഷണമായാലും നേരത്തോട് നേരം കഴിഞ്ഞാൽ അത് കേടാവും. പിന്നീട് അത് കഴിക്കുന്നത് വിഷപാനത്തിന് സമമാവും. അങ്ങനെ നോക്കുമ്പോൾ ഭക്ഷണം വേവിക്കാൻ പഠിച്ചതുപോലെ, അതിൽ ഉപ്പ് ചേർക്കാൻ പഠിച്ചതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കണ്ടുപിടുത്തമായിരുന്നു ഭക്ഷണത്തെ മനുഷ്യൻ കേടാവാതെ സൂക്ഷിക്കാൻ പഠിച്ചതും. ഒരു വലിയ സസ്തനി, ഉദാഹരണത്തിന് ആനയോ പോത്തോ പോലുള്ള ഒന്നിനെ കൊന്നാൽ കിട്ടുന്ന മാംസം മുഴുവൻ ഒറ്റയടിക്ക് തിന്നു തീർക്കാൻ സാധിക്കില്ല. അപ്പോൾ പിന്നെ എന്തു ചെയ്യും? ആദ്യമായി കണ്ടെത്തപ്പെട്ട പ്രിസർവേഷൻ മെത്തേഡുകളിൽ ഒന്ന് സൂര്യപ്രകാശത്തിൽ ഉണക്കിയെടുക്കുക എന്നതായിരുന്നു. ആദ്യമൊക്കെ വെറുതെ ഉണക്കി, പിന്നീട് അങ്ങോട്ട് ഉപ്പ് പുരട്ടി ഉണക്കി സൂക്ഷിച്ചു തുടങ്ങി. ജലാംശം നീങ്ങി ഉപ്പ് പുരണ്ടിരിക്കുന്ന ഭക്ഷണത്തിന് കുറേ അധികം കാലം ഷെൽഫ് ലൈഫ് ഉണ്ട് എന്ന് അധികം വൈകാതെ മനുഷ്യൻ തിരിച്ചറിഞ്ഞു. അതവനെ കാലാവസ്ഥാ ഭേദങ്ങളെ അതിജീവിക്കാൻ പ്രാപ്തനാക്കി. ഈ പ്രിസർവേഷൻ ടെക്നിക്കുകൾ മനുഷ്യന്റെ യാത്രകളെയും വല്ലാതെ സഹായിച്ചിട്ടുണ്ട്. അന്ന് കപ്പലുകളിൽ ലോകസഞ്ചാരത്തിന് പുറപ്പെട്ടിരുന്നവർ ഭക്ഷണത്തിന് വേണ്ടി ഉപയോഗിച്ചിരുന്നത് ഉപ്പിലിട്ട മാംസവും മീനും ബിസ്ക്കറ്റുകളുമാണ്. പ്രിസർവേഷന് വേണ്ടി മനുഷ്യൻ കണ്ടെത്തിയ മറ്റൊരു മാർഗം ഫെർമെന്റേഷൻ ആയിരുന്നു. ഫെർമെന്റേഷൻ എന്ന പ്രോസസ്സ് മനുഷ്യൻ കണ്ടെത്തിയതും വളരെ യാദൃച്ഛികമായിട്ടാണ്. ഒരിക്കലെന്നോ കുറേ ധാന്യം വെള്ളത്തിൽ വീണ് അങ്ങനെ കുറേ കാലം ഇരുന്നു പോയി. കുറച്ച് കഴിഞ്ഞപ്പോൾ അതിൽ കുമിള പൊട്ടി. ആ വെള്ളം കുടിച്ചു നോക്കിയവർക്കൊക്കെയും അന്ന് തലകിറങ്ങി. ആദ്യത്തെ വീഞ്ഞ് ഇങ്ങനെ വളരെ യാദൃച്ഛികമായി മാത്രം കണ്ടെത്തപ്പെട്ട ഒന്നാണ് എന്നർത്ഥം. ഇന്നേക്ക് 4000 വർഷം മുമ്പ് സുമേറിയക്കാർ അവരുടെ ഒരു കളിമൺ പ്ലേറ്റിൽ ബിയർ ഉണ്ടാക്കാനുള്ള റെസിപ്പി എഴുതി വച്ചിരുന്നത് പിന്നീട് കണ്ടെടുക്കപ്പെട്ടിട്ടുണ്ട്. ഫെർമെന്റേഷൻ നമുക്ക് തന്നത് പക്ഷേ ബിയർ മാത്രമല്ലായിരുന്നു. ബ്രെഡ്, യോഗട്ട്, ചീസ്, ദോശമാവ്, കേക്ക് ഇതൊക്കെയും ഫെർമെന്റേഷന്റെ പരിണിത ഫലങ്ങളായിരുന്നു. അധികം വൈകാതെ സ്പൈസസും വരവറിയിച്ചു. കുരുമുളക് ഇന്ത്യയും കറുവപ്പട്ട ശ്രീലങ്കയും കുങ്കുമം പേർഷ്യയും ലോകത്തിന് സംഭാവന ചെയ്തു. അതൊന്നും വെറും രുചിക്കൂട്ടുകൾ മാത്രമായിരുന്നില്ല. ആ സുഗന്ധവ്യഞ്ജനങ്ങളായിരുന്നു ആദ്യകാലത്തെ പ്രധാന വ്യാപാര ഉരുപ്പടികൾ. അവയുടെ ട്രേഡ് റൂട്ടുകൾക്ക് വേണ്ടി നടന്ന യുദ്ധങ്ങളിൽ പഴയ സാമ്രാജ്യങ്ങൾ നിലംപൊത്തുകയും പുതിയവ ഉയർന്നു വരികയുമുണ്ടായി.
5-ാം നൂറ്റാണ്ടിൽ അറ്റ്ല ദ ഹൺ റോം കീഴടക്കിയപ്പോൾ അന്ന് അവിടുത്തെ ജനങ്ങൾ അദ്ദേഹത്തിന് കപ്പമായിട്ട് പകരം കൊടുത്തത് 3000 റാത്തൽ കുരുമുളകാണ്. മനുഷ്യർ സംഘം ചേർന്ന് ജീവിച്ചു തുടങ്ങിയതോടെ ആദ്യം ഗ്രാമങ്ങളും പിന്നാലെ നഗരങ്ങളും സാമ്രാജ്യങ്ങളും ഉണ്ടായി. അതിനിടയിൽ എന്നോ മനുഷ്യരിൽ കുരുത്ത ദൈവവിശ്വാസം ആരാധനാലയങ്ങളുടെ രൂപം ആർജിച്ചപ്പോൾ അവൻ ക്ഷേത്രങ്ങൾ നിർമ്മിക്കാൻ തുടങ്ങി. സാമ്രാജ്യങ്ങളുടെ ആസ്ഥാനങ്ങളായി കൊട്ടാരങ്ങളും കോട്ടകൊത്തളങ്ങളും നിർമ്മിക്കപ്പെട്ടു. അവയിലെല്ലാം സ്വാഭാവികമായും കുശിനികളും ഉണ്ടായി. ഇങ്ങനെ ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ ഉണ്ടായി വന്ന കുശിനികളിൽ നിന്ന് ഇന്ന് നമ്മൾ കാണുന്ന പല ജാതി കുശിനികളും ഉണ്ടായി വന്നു. പലയിനം വിഭവങ്ങൾക്ക് രഹസ്യവും പരസ്യവുമായ രുചിക്കൂട്ടുകൾ ഉണ്ടായി വന്നു. ഇതിനെല്ലാം കൃത്യമായ പാചകക്കുറിപ്പുകളും മനുഷ്യരുണ്ടാക്കി. 4000 വർഷങ്ങൾക്ക് മുമ്പുള്ള മെസൊപ്പൊട്ടേമിയയിൽ മണ്ണുകൊണ്ടുണ്ടാക്കിയ പലകകളിലാണ് ആദ്യത്തെ കുക്ക് ബുക്കുകൾ എഴുതപ്പെട്ടത്. അത് വെറുതെ മാംസം ചുട്ടു തിന്നുന്നതിന്റെ വർണ്ണനകൾ അല്ലായിരുന്നു. ഉള്ളിയും വെള്ളുള്ളിയും മസാലകളും സുഗന്ധദ്രവ്യങ്ങളും ഒക്കെ ചേർത്തുകൊണ്ടുള്ള നല്ല ഉഗ്രൻ ഇറച്ചിക്കറികൾ തന്നെ ഉണ്ടാക്കുന്നതിൻ്റെ റെസിപ്പികളായിരുന്നു. മനുഷ്യൻ ആദ്യമായി ലിഖിത രൂപത്തിൽ സൂക്ഷിച്ചു വെച്ചത് നിയമസംഹിതകളോ വ്യാപാര തന്ത്രങ്ങളോ സാഹിത്യമോ ഒന്നും ആയിരുന്നില്ല. അവ പാചകക്കുറിപ്പുകളായിരുന്നു. മെസൊപ്പൊട്ടേമിയക്കാർക്ക് വീഞ്ഞിന് നിൻകാസി എന്നൊരു ദേവതയും ഉണ്ടായിരുന്നു. വിശുദ്ധ മന്ത്രങ്ങളുടെ അതേ മീറ്ററിൽ തന്നെ ആയിരുന്നു അവരുടെ വീഞ്ഞുണ്ടാക്കാനുള്ള കുറിപ്പടിയും. ഈജിപ്തിൽ റൊട്ടിയായിരുന്നു ജീവനോപാധി. അവരുടെ ശവകുടീരങ്ങളോട് ചേർന്ന് ആർക്കിയോളജിസ്റ്റുകൾ റൊട്ടി ഉണ്ടാക്കാനുള്ള ചൂളകളും കണ്ടെത്തിയിട്ടുണ്ട്. മമ്മികളെ അടക്കുമ്പോൾ പോലും അവർ ഒപ്പം ബ്രെഡ് ലോഫുകൾ കൂടി അടക്കം ചെയ്യുമായിരുന്നു. ഈ ജീവിതത്തിലെ ഭക്ഷണത്തെക്കുറിച്ച് മാത്രമല്ല, മരണാനന്തര ജീവിതത്തിലെ വിശപ്പിനെ കുറിച്ച് പോലും അവർ ചിന്തിച്ചിരുന്നു എന്ന് സാരം. അന്നത്തെ ഈജിപ്തിൽ പിരമിഡുകൾ പണിയാനെത്തുന്ന ജോലിക്കാർക്ക് ശമ്പളം ബ്രെഡും ബിയറുമായിരുന്നു. നൈൽ നദിയിലെ വെള്ളം കുടിക്കുന്നതിനേക്കാൾ വിശ്വസിച്ച് അന്നവർക്ക് കാലറി സമ്പുഷ്ടമായ ബിയർ കുടിക്കാമായിരുന്നു. സമ്പന്നർ പൊരിച്ച താറാവിറച്ചിയും ഹണി കേക്കും മൃഷ്ടാന്നം ഭുജിച്ചപ്പോൾ അന്ന് പാവങ്ങളുടെ ആഹാരം ഉണക്ക ബാർലി റൊട്ടിയും സവാളയുമായിരുന്നു. ജനം പുലർന്നിരുന്ന ക്ലാസിന്റെ പ്രതിഫലനം കൂടിയായി അവന്റെ ഭക്ഷണം മാറി. ചൈനക്കാർക്ക് ഭക്ഷണത്തിനും ഒരു ഫിലോസഫി ഉണ്ടായിരുന്നു. യിന്നും യാങ്ങും, അതായത് ഉഷ്ണവും ശീതവും യഥാവിധി ബാലൻസ് ചെയ്തുകൊണ്ടായിരുന്നു അവരുടെ ഭക്ഷണങ്ങളെല്ലാം തന്നെ. അടുപ്പ് കത്തിക്കാനുള്ള ഇന്ധനം കിട്ടാനുള്ള പ്രയാസം വോക്ക് എന്ന ഫ്രൈയിങ് പാനിന്റെ കണ്ടുപിടുത്തത്തിലേക്കാണ് ചൈനക്കാരെ നയിച്ചത്. ആ ഒരൊറ്റ പാനിൽ അവർ സ്റ്റിർ ഫ്രൈയിങ്, ബോയിലിംഗ്, സ്റ്റീമിംഗ്, സ്മോക്ക് ഫ്രൈയിങ് എല്ലാം സാധിച്ചു. ഭക്ഷണത്തിന്റെ ഗ്രീക്ക് ഫിലോസഫിയും ഒട്ടും പിന്നിലല്ലായിരുന്നു. റോമാക്കാർ തീന്മേശയെ ഒരു പ്രദർശനശാലയാക്കി മാറ്റി. അവരുടെ യഥാർത്ഥ മികവ് ഭക്ഷണത്തിനു വേണ്ട ഇൻഫ്രാസ്ട്രക്ചർ ഒരുക്കുന്നതിലായിരുന്നു. മികച്ച റോഡുകൾ, കനാലുകൾ, ധാന്യപ്പുരകൾ, പലചരക്ക് വ്യാപാരശാലകൾ, ഭോജനാലയങ്ങൾ എല്ലാം ഒരുക്കി സാമ്രാജ്യത്തിന്റെ ഓരോ കോണുകളിലേക്കും ഭക്ഷണം എത്തിക്കാൻ അവർക്ക് സാധിച്ചു. ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ട സാമഗ്രികളെല്ലാം അന്ന് റോമിലെത്തിയത് പുറത്തു നിന്നായിരുന്നു. ഈജിപ്തിൽ നിന്ന് ധാന്യങ്ങൾ എത്തി, സ്പെയിനിൽ നിന്ന് ഒലിവെണ്ണ എത്തി, ഗൗളിൽ നിന്ന് വീഞ്ഞുമെത്തി. അക്ഷരാർത്ഥത്തിൽ ലോകത്തിലെ ആദ്യത്തെ ഫുഡ് സൂപ്പർ മാർക്കറ്റ് തന്നെ ആയിരുന്നു പുരാതന റോം. ഭക്ഷണവസ്തുക്കൾ പലതും അന്ന് ഇതുപോലെ കടൽ കടന്ന് സഞ്ചരിച്ചിട്ടുണ്ട്. അമേരിക്കൻ ഭൂഖണ്ഡത്തിൽ നിന്ന് തക്കാളിയും മുളകും ഉരുളക്കിഴങ്ങും മറ്റ് ദേശങ്ങളിലേക്ക് എത്തി. ഇന്ന് തക്കാളി ഇല്ലാതെ എന്ത് ഇറ്റാലിയൻ പിസ, മുളകില്ലാതെ എന്ത് ഇന്ത്യൻ കറി. സിന്ധു നദീതടത്തിൽ ഉത്ഖനനം നടത്തിയിട്ടുള്ള ആർക്കിയോളജിസ്റ്റുകൾ കണ്ടെടുത്തിട്ടുള്ളത് ഇന്ന് നമ്മൾ തന്തൂറുകൾ എന്ന് വിളിക്കുന്ന മട്ടിലുള്ള അടുപ്പുകളുടെ അവശിഷ്ടങ്ങളാണ്. ശിലായുഗത്തിൽ നിന്ന് ലോഹയുഗത്തിലേക്ക് മാനവരാശി പരിണമിച്ചപ്പോൾ അത് ആയുധ സാങ്കേതിക വിദ്യയിലും കാർഷിക വൃത്തിയിലും ഭക്ഷണ സംസ്കാരത്തിലും പ്രതിഫലിക്കുന്നു. അലഞ്ഞുതിരിയലിന്റെ നാൾവഴികളിൽ നിന്ന് കാർഷിക സാധ്യതയുള്ള നദീതടങ്ങളിലേക്ക് നടത്തപ്പെട്ട സെറ്റിൽമെന്റുകൾ ലോകത്തിലെ എല്ലാ വെങ്കലയുഗ സംസ്കാരങ്ങളുടെയും സവിശേഷതയായിരുന്നു. അപ്രകാരം യൂഫ്രട്ടീസും ടൈഗ്രിസും നൈലും മഞ്ഞ നദിയും സിന്ധു നദീതടവും എല്ലാം മനുഷ്യന്റെ വിശപ്പിന്റെ വിളിയെ പരിഹരിക്കാനുള്ള വിളനിലങ്ങളായിട്ട് മാറി. ഇത് നായാടി ജീവിതത്തിൽ നിന്നും മാറി ചിന്തിക്കാനുള്ള കാർഷിക വൃത്തി എന്ന പുതിയ സാധ്യത മനുഷ്യന് മുന്നിൽ തുറന്നിട്ടു. ഓരോ വിളവെടുപ്പ് കാലത്തും കഴിഞ്ഞ വർഷത്തെ വിളകളിൽ നിന്ന് ലഭിച്ച വിത്തുകൾ ഉപയോഗിച്ച് അവർക്ക് വീണ്ടും കൃഷി ചെയ്യാൻ സാധിച്ചു. ഇത് ഒരു സ്ഥലത്ത് തന്നെ സ്ഥിരമായിട്ട് താമസിക്കാനും ഭക്ഷണം തേടി അലഞ്ഞു തിരിയുന്ന ഒഴിവാക്കാനും അവരെ സഹായിച്ചു. അങ്ങനെ അവർ സ്ഥിരമായ ഒരു ജീവിത രീതിക്ക് രൂപം നൽകി. ഗുജറാത്തിലെ കച്ച് ജില്ലയിലെ ഒരു ഹാരപ്പൻ പ്രദേശമായ ഷിക്കാർപൂർ 1987-90 കാലഘട്ടത്തിൽ ഗുജറാത്ത് സംസ്ഥാന പുരാവസ്തു വകുപ്പ് നടത്തിയ ഖനനത്തിലാണ് കണ്ടെത്തപ്പെടുന്നത്. ഈ ഖനനത്തിൽ കണ്ടെത്തിയ 15483 അസ്ഥി കഷ്ണങ്ങളിൽ 8267 എണ്ണം, അതായത് 53.46% തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. ചില അസ്ഥികളിൽ കരിഞ്ഞതിൻ്റെയും പാചകം ചെയ്തതിൻ്റെയും ഒക്കെ അടയാളങ്ങൾ നമുക്ക് കാണാം. ഈ അസ്ഥിശേഖരത്തിൽ സസ്തനികൾ, പക്ഷികൾ, ഉരകങ്ങൾ, മത്സ്യങ്ങൾ എന്നിങ്ങനെ 47 വ്യത്യസ്തയിനം ജീവികളുടെ അസ്ഥികൾ കണ്ടെത്തുകയുണ്ടായി. ഇതിൽ കാട്ടുപോത്ത്, നീൽഗായ്, കാണ്ടാമൃഗം തുടങ്ങിയ വന്യമൃഗങ്ങളും കന്നുകാലികൾ, ഇരുമകൾ, നായ എന്നുൾപ്പെടെയുള്ള വളർത്തു മൃഗങ്ങളും ഉൾപ്പെട്ടിരുന്നു. ഇവരുടെ ഭക്ഷണക്രമം വളരെ വിപുലമായിരുന്നു എന്ന് ഇത് സൂചിപ്പിക്കുന്നു.
അവർ മൃഗങ്ങളെയും പക്ഷികളെയും വേട്ടയാടിയും വളർത്തുമൃഗങ്ങളെ ഉപയോഗിച്ചും ആഹാരം നേടിയിരുന്നു. ഇതൊരു കാർഷിക സമൂഹവും വേട്ടയാടുന്ന ഒരു സമൂഹവും തമ്മിലുള്ള സങ്കലനത്തെയാണ് സൂചിപ്പിക്കുന്നത്. വെങ്കലയുഗ സംസ്കാരങ്ങളിൽ ഹാരപ്പൻ നാഗരികത കൃഷി, മൃഗപരിപാലനം, വേട്ടയാടൽ, മത്സ്യബന്ധനം എന്നിവയെ ആശ്രയിച്ചാണ് ജീവിച്ചിരുന്നത്. ഭക്ഷണത്തിന്റെ ലഭ്യത കുറയുമ്പോൾ അവർ മറ്റ് ഭക്ഷ്യ സ്രോതസ്സുകളിലേക്ക് തിരിഞ്ഞിരുന്നു. സസ്യങ്ങളുടെ അവശിഷ്ടങ്ങൾ, മൃഗങ്ങളുടെ അസ്ഥികൾ, മുദ്രകൾ, മൺപാത്രങ്ങൾ എന്നിവയിൽ നിന്ന് അവയുടെ ഭക്ഷണ രീതികളെക്കുറിച്ചുള്ള വിവരങ്ങളും നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഹാരപ്പയിലും മോഹൻജദാരോയിലും ഗോതമ്പ് കണ്ടെത്തിയിട്ടുണ്ട്. ഹാരപ്പ, മോഹൻജദാരോ, കാളിബംഗൻ എന്നിവിടങ്ങളിൽ ബാർലിയും, ഹാരപ്പ, കാളിബംഗൻ, ലോത്തൽ, രംഗ്പൂർ എന്നിവിടങ്ങളിൽ അരിയും കൃഷി ചെയ്തിരുന്നു. വളർത്തുമൃഗങ്ങളുടെയും വന്യമൃഗങ്ങളുടെയും അസ്ഥികൾ പലതും ഹാരപ്പൻ സൈറ്റുകളിൽ നിന്ന് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഹാരപ്പൻ ജനത കന്നുകാലികൾ, പോത്ത്, ആട്, ചെമ്മരിയാട്, പന്നി, നായ, കഴുത എന്നിവയെ വളർത്തിയിരുന്നു. ഇതിൽ പശുക്കളും എരുമകളുമായിരുന്നു പ്രധാന വളർത്തുമൃഗങ്ങൾ. ഇവയെ മാംസം, പാല്, ഭാരം വഹിക്കാനുള്ള ആവശ്യങ്ങൾ എന്നിവയ്ക്കായിട്ട് അവർ ഉപയോഗിച്ചിരുന്നു. ഷിക്കാർപൂരിലെ മധ്യ ഹാരപ്പൻ കാലഘട്ടത്തിൽ കണ്ടെത്തിയ മൃഗാവശിഷ്ടങ്ങളിൽ 85%-ലധികവും വളർത്തുമൃഗങ്ങളുടേതായിരുന്നു. അസ്ഥികളിൽ മാംസം മുറിച്ചതിന്റെ മുറിപ്പാടുകളും നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. ഇത് കൂടാതെ ഹാരപ്പക്കാർ നദിയിലെയും കടലിലെയും ഭക്ഷ്യ വിഭവങ്ങളും ശേഖരിച്ചിരുന്നു. ഗുജറാത്തിലെ തീരദേശ സൈറ്റുകളിലെ ജനങ്ങളുടെ ഭക്ഷണത്തിൽ ചിപ്പികൾ ഒരു പ്രധാന പ്രോട്ടീൻ സ്രോതസ്സായിരുന്നു. ഹാരപ്പയിൽ നിന്ന് കടൽക്കാരി മത്സ്യത്തിന്റെ മുള്ളുകളും കണ്ടെത്തിയിട്ടുണ്ട്. അത് ഉണക്കമീൻ ഉൾനാടൻ പട്ടണങ്ങളിലേക്ക് വ്യാപാരം ചെയ്തിരുന്നു എന്നതിന്റെ തെളിവാണ്. വേദകാലത്തെ ആചാരങ്ങൾ ഭക്ഷണത്തെ തീയിൽ ഹവിസായി അർപ്പിച്ചു. മറ്റിടങ്ങളിലെല്ലാം പാചകത്തിന് വേണ്ട ചൂട് പകരുന്ന തീ എന്ന വസ്തു ഇന്ത്യയിൽ സർവവും ശുദ്ധീകരിക്കുന്ന അഗ്നിദേവനായി. ഇന്ത്യയുടെ യഥാർത്ഥ സംഭാവന പക്ഷേ സുഗന്ധ വ്യഞ്ജനങ്ങളായിരുന്നു. പശ്ചിമഘട്ടത്തിൽ പൊടിച്ച കുരുമുളകും, കേരളത്തിന്റെ മലയോരങ്ങളിൽ വളർന്ന ഏലവും, ശ്രീലങ്കയിൽ വളർന്ന് ഇന്ത്യൻ തുറമുഖങ്ങൾ വഴി വ്യാപാരം ചെയ്യപ്പെട്ട കറുവപ്പട്ടയും എല്ലാം സാമ്രാജ്യത്വ ശക്തികൾക്ക് വേണ്ടപ്പെട്ടവയായി. അക്കാലത്ത് റോമൻ കപ്പലുകൾ മൺസൂണിലെ കൊടുങ്കാറ്റുകളെയും പേമാരികളെയും ഒക്കെ വെല്ലുവിളിച്ചുകൊണ്ട് കേരളത്തിന്റെ മുസിസ് തുറമുഖത്തേക്ക് കപ്പൽ അടുപ്പിച്ചത് ഈ സുഗന്ധ വ്യഞ്ജനങ്ങൾ തേടി മാത്രമാണ്. ഇങ്ങനെ ഇവിടുന്ന് കൊണ്ടുപോയ ചില കുരുമുളക് ജാറുകൾ ഇറ്റലിയിലെ പോംപെയിൽ നടന്ന ചില എക്സ്കവേഷനുകളിൽ വോൾക്കാനിക് ആഷിനടിയിൽ ഭദ്രമായി അടക്കം ചെയ്യപ്പെട്ട നിലയിൽ പിന്നീട് കണ്ടെത്തിയിട്ടുണ്ട്. ക്രിസ്തുവിനു മുമ്പ് ഇന്ത്യൻ സുഗന്ധ വ്യഞ്ജനങ്ങൾ കടന്നു എന്ന ദൂരങ്ങളുടെ ഒരു ഏകദേശ ചിത്രമാണിത്. മധ്യകാലത്ത് അറബികളായിരുന്നു വ്യാപാരത്തിന്റെ ഇടനിലക്കാർ. ഇന്ത്യൻ സുഗന്ധദ്രവ്യങ്ങൾ മെഡിറ്ററേനിയൻ തീരത്തേക്ക് അവർ കപ്പലുകളിൽ കൊണ്ടുവന്നിറക്കി. എവിടെ നിന്ന് കിട്ടിയെന്ന ചോദ്യത്തെ അവർ പലപ്പോഴും കെട്ടുകഥകൾ ചമച്ചിറക്കി നേരിട്ടു. കറുവപ്പെട്ട കൊക്കിലൊതുക്കി പറന്നു വന്ന് കൂടുകൂട്ടുന്ന കിളികളും കുരുമുളക് വള്ളിക്ക് കാവിലിരിക്കുന്ന കരിമൂർഖന്മാരും ഈ കഥകൾക്ക് നിഗൂഢതയേറ്റി. വിലയേറിയ സുഗന്ധവ്യഞ്ജനങ്ങളുടെ സോഴ്സുകൾ അവർ ആർക്കും വെളിപ്പെടുത്താതെ സംരക്ഷിച്ചു നിർത്തി. ലാഭം ഇരട്ടിക്കിരട്ടി അവരുടെ മടിശീലകൾ നിറച്ചു. 1498 വാസ്കോഡഗാമ കോഴിക്കോട് കാപ്പാട് കടപ്പുറത്ത് വന്ന് കപ്പലിറങ്ങുമ്പോൾ അദ്ദേഹം വന്നത് ഇന്ത്യയെ തേടി ആയിരുന്നില്ല, ഇവിടെയുള്ള കുരുമുളക് അന്വേഷിച്ചുകൊണ്ടാണ്. ആ വരവ് പക്ഷേ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ തലവര തന്നെ തിരുത്തിക്കുറിച്ച ഒരു വരവായി എന്ന് മാത്രം. ഭക്ഷണം എന്നത് പ്രദേശങ്ങളുടെ ഐഡന്റിറ്റിയും അധികാരത്തിന്റെ സൂചകവും തലമുറകളുടെ ഓർമ്മയും ഒക്കെ ആയി മാറി വന്നപ്പോഴും മറ്റൊരു വിപ്ലവം നടക്കാനിരിക്കുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. മനുഷ്യർ അവരുടെ ജീവിതത്തിലെ ദിവസങ്ങളെ ഭക്ഷണത്തിന്റെ അടിസ്ഥാനത്തിൽ ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഡിന്നർ, സപ്പർ എന്നിങ്ങനെ കൃത്യസമയത്തുള്ള ആഹാരത്തിന്റെ അടിസ്ഥാനത്തിൽ വിഭജിക്കുക എന്നതായിരുന്നു അത്. ഇന്ന് ഓർക്കുമ്പോൾ നമുക്കതൊക്കെ വളരെ ലളിതമാണ് എന്ന് തോന്നാം. പക്ഷേ മനുഷ്യരാശിയുടെ സംസ്കാരത്തിന്റെ വികാസ പാതയിലെ ഏറ്റവും പ്രസക്തമായ ഒരു ദശാസന്ധിയായിരുന്നു അത്. ഇന്ന് നമുക്ക് നേരത്തിനും കാലത്തിനും ഭക്ഷണം കഴിക്കുക എന്ന് പറയുന്നത് വളരെ സ്വാഭാവികമായിട്ടുള്ളൊരു കാര്യമാണ്. എന്നാൽ പുരാതന കാലത്ത് അങ്ങനെ ഒരു പതിവില്ലായിരുന്നു. ഭക്ഷണത്തെ ക്ലോക്കുമായിട്ട് ബന്ധിപ്പിക്കുക എന്നത് മനുഷ്യൻ ആലോചിച്ചുറപ്പിച്ച് നടപ്പിൽ വരുത്തിയ ഒരു ജീവിത പരിഷ്കാരം തന്നെയായിരുന്നു. പ്രാതലിന്റെ കാര്യത്തിൽ കാര്യമായ അഭിപ്രായ ഭിന്നതകൾ എക്കാലത്തും ഉണ്ടായിരുന്നു. രാവിലെ എഴുന്നേറ്റ പാടെ തന്നെ ആഹാരം കഴിച്ചാൽ അത് മനുഷ്യനെ അലസനാക്കുമെന്നായിരുന്നു റോമാക്കാരുടെ വിചാരം. ദിവസത്തെ അവരുടെ പ്രധാന ഭക്ഷണം സീന ഏതാണ്ട് ഉച്ചയോടടുപ്പിച്ച് ഒരു നേരം മാത്രമായിരുന്നു. രാവിലെ വല്ലാതെ വിശന്നാൽ അവർ വൈനിൽ മുക്കി ഒരു കഷ്ണം റൊട്ടി തിന്നും, അത്രമാത്രം. മധ്യകാല യൂറോപ്പിലെ ക്രിസ്തീയ സഭകളും പ്രഭാത ഭക്ഷണത്തെ ഒരു പാപം എന്നോണമാണ് കണക്കാക്കിയിരുന്നത്. കുട്ടികൾക്ക് മാത്രമാണ് ഇക്കാര്യത്തിൽ ഒരു ഇളവ് അക്കാലത്ത് നൽകപ്പെട്ടിരുന്നത്. ആഗോളതലത്തിൽ ബ്രേക്ക്ഫാസ്റ്റ് എന്നൊരു സങ്കല്പം ഔപചാരികമായി തന്നെ ഉണ്ടായി വരുന്നത് വ്യാവസായിക വിപ്ലവത്തോടനുബന്ധിച്ചാണ്. അക്കാലത്ത് നിരവധി ഫാക്ടറികളിലായി ആയിരക്കണക്കിന് പേർക്ക് രാവിലെയുള്ള ഷിഫ്റ്റിൽ കടുത്ത ജോലികൾ എടുക്കേണ്ടതായിട്ട് വന്നു. അവർക്ക് അതിനുവേണ്ട ഊർജം ഷിഫ്റ്റിൽ കയറും മുമ്പ് ഭക്ഷണ രൂപത്തിൽ എടുത്തേ മതിയാകൂ എന്ന അവസ്ഥ വന്നപ്പോഴാണ് ലോകമെമ്പാടും പ്രാതൽ എന്ന സങ്കല്പം തന്നെ ഉണ്ടായി വരുന്നത്. ഈ ഒരു ആവശ്യത്തിന്റെ നിവൃത്തിക്ക് വേണ്ടിയാണ് കഞ്ഞി, ചായ, കോൺഫ്ലേക്സ് എന്നിവ കടന്നു വരുന്നത്. ഉച്ചയ്ക്ക് ഒരു നേരത്തെ കഴിച്ചിരുന്ന ചെറിയ സ്നാക്കിന് പറഞ്ഞിരുന്ന പേരായ ലഞ്ചിയോണിൽ നിന്നാണ് ലഞ്ച് എന്ന വാക്കുണ്ടാവുന്നത്.
തുടങ്ങുന്നത് ചെറിയൊരു സ്നാക്കിലാണെങ്കിലും പലയിടങ്ങളിലും ഇന്ന് അത് വിശദമായൊരു സദ്യ തന്നെയായി മാറിയിട്ടുണ്ട്. ഉദാഹരണത്തിന് ലാ കൊമിഡ എന്ന് സ്പെയിനിൽ വിളിക്കുന്ന മിഡ് ഡേ ഫീസ്റ്റിന് ശേഷം ചെറിയൊരു ഉച്ചയുറക്കം പോലും നിർബന്ധമാണ്. ഇന്ത്യയിൽ ലഞ്ച് എന്നത് നിരവധി കറികളും ചോറും ചപ്പാത്തിയും ഒക്കെയായി കാര്യമായൊരു ഭക്ഷണം തന്നെയാണ്. ബ്രിട്ടനിൽ പ്ലോമാൻസ് ലഞ്ച് എന്നത് വളരെ പ്രസിദ്ധമാണ്. ബ്രെഡും ചീസും ബിയറുമാണ് ഇതിലെ പ്രധാന വിഭവങ്ങൾ. ഡിന്നർ ആയിരുന്നു വട്ടമിട്ടിരുന്നുള്ള കഥകളുടെയും പ്രകടനങ്ങളുടെയും അവസരം. മധ്യകാല യൂറോപ്പിൽ ഡിന്നർ എന്നത് ഉച്ചയ്ക്കോ വൈകുന്നേരമോ ആവാമായിരുന്നു. വൈദ്യുതി കണ്ടെത്തി ആർട്ടിഫിഷ്യൽ ലൈറ്റിംഗ് വന്നതോടെയാണ് ഡിന്നർ വൈകുന്നേരത്തേക്ക് തള്ളപ്പെട്ടത്. ഇങ്ങനെ നേരവുമായി ബന്ധിപ്പിച്ചുകൊണ്ട് ആഹാരം കഴിക്കൽ ക്രമപ്പെട്ടതോടെ നമ്മുടെ ജീവിതങ്ങൾക്ക് ഒരു താളം കൈവന്നു. ലക്കും ലഗാനുമില്ലാതെ പാഞ്ഞു പോകുന്ന ജീവിതത്തിന് ഇടയ്ക്കൊക്കെ ഒരു വിശ്രമം അത് നൽകി. പക്ഷേ മനുഷ്യ ജീവിതത്തിലെ ഭക്ഷണത്തിന്റെ റോൾ അവിടെയൊന്നും അവസാനിക്കുന്നില്ല. ഭക്ഷണത്തെ മനുഷ്യൻ അധികം വൈകാതെ മതവുമായിട്ട് ബന്ധിപ്പിച്ചു, ആരാധനയുമായി ബന്ധിപ്പിച്ചു. ശുദ്ധാശുദ്ധങ്ങൾ അതിന്റെ ഭാഗമായി. നാം കഴിക്കുന്ന ഭക്ഷണത്തിന്റെ രുചിയിലും പേരിലും പാചക രീതിയിലും എന്തിന് കഴിക്കുന്ന രീതിയിൽ പോലും മതത്തിന്റെയും ആചാരാനുഷ്ഠാനങ്ങളുടെയും ഫ്ലേവറുകൾ ചരിത്രപരമായി തന്നെ കലർന്നിട്ടുണ്ട്. ചില ഭക്ഷണങ്ങൾ തിരഞ്ഞെടുക്കുന്നതിലും ചിലതൊക്കെ ഒഴിവാക്കുന്നതിലും മതവും ജാതിയും വിശ്വാസവും പ്രത്യയശാസ്ത്രവും ഒക്കെ കാരണമാകാം. ലോകത്തിലുള്ള എല്ലാ മതങ്ങളും ചില ഭക്ഷണം വർജിക്കുന്നതിനെക്കുറിച്ചും ഉപവാസം എടുക്കുന്നതിനെക്കുറിച്ചും ഒക്കെ പറയുന്നുണ്ട്. ക്രിസ്തുമതത്തിലെ അന്ത്യ അത്താഴം, അതുപോലെ ഉപവാസം അനുഷ്ഠിച്ചു മരിക്കുന്ന ജൈനരുടെ സാലേഖനം, ഇസ്ലാം, ക്രിസ്തു, ഹിന്ദു മതങ്ങളിലെ നോയമ്പ് എന്നിങ്ങനെ മതവും വിശ്വാസവും മനുഷ്യന്റെ ഭക്ഷണത്തിൽ നടത്തിയ ഇടപെടലുകളുടെ തിരിശേഷിപ്പുകൾ നീളുന്നുണ്ട്. മതത്തിന്റെ സ്വാധീനം പലപ്പോഴും ഭക്ഷണത്തെ ഒരു വിശുദ്ധ വസ്തുവാക്കി മാറ്റുന്നതും നമുക്ക് കാണാനാകും. ക്ഷേത്രങ്ങളിലോ മറ്റു മതകേന്ദ്രങ്ങളിലോ തയ്യാറാക്കുന്ന ഭക്ഷണത്തിന്റെ രുചി ആ നാടിന്റെ പ്രാദേശിക ഐഡന്റിറ്റിയായി കൂടി മാറുന്നുണ്ട്. വിശേഷ ദിവസങ്ങളിൽ ക്ഷേത്രങ്ങളിൽ വിശുദ്ധമായ ഭക്ഷണം പാചകം ചെയ്യുന്നത് പലപ്പോഴും ആചാരങ്ങളുടെ ഭാഗമായിട്ടാണ്. തെക്കേ ഇന്ത്യയിലെ ആദ്യകാല ക്ഷേത്രങ്ങൾ സമൂഹത്തിലെ മാറ്റങ്ങളുടെ കേന്ദ്രങ്ങളായിരുന്നു. അക്കാലത്ത് ഗ്രാമീണരിൽ നിന്ന് ധാന്യങ്ങൾ ശേഖരിച്ച് ക്ഷേത്രങ്ങളിൽ ഭക്ഷണം ഉണ്ടാക്കിയിരുന്നു. ബ്രാഹ്മണ സാഹിത്യത്തിൽ ഈ ധാന്യങ്ങൾക്ക് വിശുദ്ധി കൽപ്പിക്കുന്നു. ദ ടെമ്പിൾ ആൻഡ് ദ സ്റ്റേറ്റ് ഇൻ മെഡിവൽ സൗത്ത് ഇന്ത്യ എന്ന പുസ്തകത്തിൽ പ്രമുഖ ചരിത്രകാരനായിട്ടുള്ള കേശവൻ വെളുത്താട്ട് മധ്യകാല കേരളത്തിലെ കാർഷിക ഗ്രാമങ്ങളിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന വിഭവങ്ങൾ ക്ഷേത്ര കേന്ദ്രീകൃത സമൂഹങ്ങളിലെത്തി അവിടങ്ങളിൽ നിന്ന് ജനങ്ങൾക്കും ജീവനക്കാർക്കും ശമ്പളമായും മറ്റും നൽകുന്നതിനെ കുറിച്ചുള്ള പരാമർശങ്ങളുണ്ട്. തിരുവല്ല ശ്രീവല്ലഭ ക്ഷേത്രത്തിൽ നിന്ന് ലഭിച്ച പുരാതന ചെമ്പു തകിടുകളിൽ ഓണത്തിന് തയ്യാറാക്കിയ ഭക്ഷണത്തെക്കുറിച്ചുള്ള വിവരണങ്ങളുണ്ട്. ഓണവുമായിട്ട് ബന്ധപ്പെട്ട ആദ്യ പരാമർശം ലഭിക്കുന്നതും ഈ ശാസനത്തിലൂടെയാണ്. കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ പലതരത്തിലുള്ള രുചിയുള്ള ഭക്ഷണങ്ങൾ നമുക്ക് കാണാം. പോഷകമൂല്യമുള്ള ഇവയിൽ പലതിൻ്റെയും രുചിക്കൂട്ടുകൾ പക്ഷേ പരമരഹസ്യമാണ്. കൊളോണിയൽ കാലഘട്ടത്തിൽ ആരംഭിച്ച ബ്രേക്ക്ഫാസ്റ്റ് അല്ലെങ്കിൽ പ്രഭാത ഭക്ഷണ സംവിധാനം കേരളത്തിലെ ക്ഷേത്ര ഭക്ഷണങ്ങളിൽ താരതമ്യേന വിരളമാണ്. ഉത്സവങ്ങളും ആഘോഷങ്ങളും ക്ഷേത്ര ഭക്ഷണങ്ങൾക്ക് പ്രചാരം കൂട്ടിയതിന്റെ ഏറ്റവും മികച്ച ഉദാഹരണം മധ്യ തിരുവിതാംകൂറിലെ ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിലെ വള്ളസദ്യയാണ്. വള്ളസദ്യ ഉത്സവങ്ങളിൽ 64 കൂട്ടം വിഭവങ്ങൾ വരെ വിളമ്പാറുണ്ട്. കേരളത്തിലെ ക്ഷേത്ര ഭക്ഷണങ്ങൾ പൊതുവെ പരമ്പരാഗത വെജിറ്റേറിയൻ പാരമ്പര്യമാണ് പിന്തുടരുന്നത്. തിരുവനന്തപുരത്തെ ആറ്റുകാൽ പൊങ്കാലയും കൊട്ടാരക്കര ഗണപതിയുടെ ഉണ്ണിയപ്പവും കവിയൂർ ക്ഷേത്രത്തിലെ വടമാലയും തിരുവല്ലയിലെ പാളനിവേദ്യവും അമ്പലപ്പുഴ പാൽപ്പായസവും ചെട്ടിക്കുളങ്ങരയിലെ കുതിരക്കഞ്ഞിയും ഇതിനുള്ള ചില ഉദാഹരണങ്ങൾ മാത്രം. അയ്യപ്പന് നെയ്യും കൃഷ്ണന് വെണ്ണയും പായസവും ഗണപതിക്ക് ലഡുവും ഒക്കെ നൽകി വരുന്നതാണ് നമ്മുടെ രീതി. എന്നാൽ വടക്കൻ കേരളത്തിലെ ചില ക്ഷേത്രങ്ങൾ ഈ വെജിറ്റേറിയൻ രീതിയെ അപ്പാടെ അട്ടിമറിക്കുന്നുണ്ട്. പറശ്ശിനിക്കടവിൽ ഉണക്കമീനും മാംസവും കള്ളുമാണ് നിവേദ്യം. ഈ ഒരു വൈരുദ്ധ്യത്തെ പോലും വെല്ലുവിളിക്കുന്ന ഒരു സവിശേഷ പ്രസാദമാണ് ആലപ്പുഴയിലെ ബാലമുരുകൻ ക്ഷേത്രത്തിലുള്ളത്. നെസ്ലെ കമ്പനിയുടെ മഞ്ച് ചോക്ലേറ്റ് ആണ് മഞ്ചു മുരുകൻ എന്ന ഈ ബാലമുരുകന് പ്രസാദം. തനിക്ക് പ്രിയപ്പെട്ടതെല്ലാം തന്റെ പ്രിയപ്പെട്ട ദൈവത്തിനും നൽകുന്ന ഗോത്ര സമൂഹങ്ങളുടെ ആത്മീയതയുടെ മറ്റൊരു തലമാണ് ഇവിടെ എല്ലാം നമുക്ക് കാണാനാവുക. ഭക്ഷണ ചരിത്രം ചെയ്യുമ്പോൾ പാചകത്തിലെയും രുചിക്കൂട്ടുകളിലെയും തുടങ്ങി അളവിലെ പോലും ജെൻഡർ അസമത്വങ്ങൾ നമ്മുടെ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചണുകളിൽ കാണാനാകും. ഇത്തരം ലിംഗഭേദങ്ങൾ കഴിക്കുന്ന ആഹാരത്തിന്റെ തിരഞ്ഞെടുപ്പ് മുതൽ തുടങ്ങുന്നുണ്ട്. കഴിക്കുന്ന ഭക്ഷണത്തിന്റെ അളവ്, കഴിക്കുന്ന രീതി എന്നിവയിൽ പോലും വേർതിരിവ് കാണാം. പുരുഷ കേന്ദ്രീകൃതമായിട്ടുള്ള കുടുംബ സംവിധാനങ്ങളിൽ വീട്ടിലെ പുരുഷന്മാർക്ക് ആഹാരം നൽകിയതിനു ശേഷം സ്ത്രീകൾ ഭക്ഷണം കഴിക്കുന്ന രീതി വളരെ നോർമലാണ്. പതിറ്റാണ്ടുകൾക്ക് മുമ്പുള്ള നമ്മുടെ അടുക്കളകളുടെ ആർക്കിടെക്ചർ പോലും സ്ത്രീകളുടെ സ്വാതന്ത്ര്യത്തെ പരിമിതപ്പെടുത്തുന്ന സ്വഭാവത്തിലാണ്. പരമ്പരാഗതമായി സ്ത്രീകൾക്ക് മാത്രമായി തരം താഴ്ത്തപ്പെട്ടതും അടിച്ചമർത്തലും ഗാർഹിക അടിമത്വവും പ്രതിഫലിക്കുന്ന ഒരു ഇടമാണിത്. ലിംഗഭേദം അടിസ്ഥാനമാക്കിയുള്ള ഈ തൊഴിൽ വിഭജനം സ്ത്രീകൾക്ക് മറ്റിടങ്ങളിലേക്കുള്ള പ്രവേശനം പരിമിതപ്പെടുത്തുകയും ഗാർഹിക ജോലികളിൽ മാത്രം ഒതുക്കി പുരുഷാധിപത്യ പ്രത്യയശാസ്ത്രത്തെ ശക്തിപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ വുമൺ ഫ്രണ്ട്ലിയായി മാറാനുള്ള ആധുനിക സമൂഹത്തിന്റെ ശ്രമങ്ങൾക്കൊപ്പം നമ്മുടെ പാചകശാലകളും കലവറകളും
പലതരത്തിൽ ആധുനികവൽക്കരിക്കപ്പെടുന്നതും നമുക്കിപ്പോൾ കാണാം. തലമുറകളായിട്ട് സ്ത്രീകൾ അടിച്ചമർത്തപ്പെട്ട ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചണുകൾ ഇന്ന് മോഡുലർ കിച്ചണുകളായിട്ട് മാറിയിരിക്കുന്നു. പാചകം ചെയ്യാനും അരിയരയ്ക്കാനും തേങ്ങ ചിരകാനും പാത്രം കഴുകാനും തറ തുടയ്ക്കാനും ഇന്ന് ഓട്ടോമേറ്റഡ് മെഷീനുകളും റോബോട്ടുകളും ഉള്ള കാലമാണ്. ഓൺലൈൻ ഡെലിവറി ആപ്പുകൾ പരമ്പരാഗത അടുക്കളയിലെ അത്യധ്വാനങ്ങളെ ഒരു പരിധിവരെയെങ്കിലും കുറച്ചു എന്നും നമുക്ക് പറയാം. പക്ഷേ ഇവിടെ വളരെ വലിയൊരു വിരോധാഭാസം ഇന്നും നിലനിൽക്കുന്നത് കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒരു തൊഴിലായി മാറുമ്പോൾ പാചകം നാട്ടിലെ ചടങ്ങുകളിൽ തുടങ്ങി റെസ്റ്റോറൻറ്റുകളിലും സ്റ്റാർ ഹോട്ടലുകളിലും വരെ പുരുഷന്റെ കുത്തകയാണ് എന്നതാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ 5 നക്ഷത്ര ഹോട്ടലുകളിലെ ഏറ്റവും കൂടുതൽ ശമ്പളം പറ്റുന്ന ഷെഫുകളുടെ ഒരു കണക്കെടുത്താൽ അതിൽ 95% പുരുഷന്മാരാണ് എന്ന് കാണാം. അതേസമയം പുരുഷന്മാരിൽ 99% പേർക്കും ഭക്ഷണത്തിന്റെ ഓർമ്മ അമ്മയോ ഭാര്യയോ ഒക്കെ വെച്ചുണ്ടാക്കി തന്നതിൻ്റെതാകും. അതായത് വിശേഷിച്ച ഒരു ശമ്പളവും കൽപ്പിച്ച് അനുവദിച്ച് കൊടുക്കപ്പെടാത്ത അടുക്കളകളിൽ നിത്യേനയുള്ള അത്യധ്വാനത്തിന്റെ ഭാരം മുഴുവൻ എന്നും സ്ത്രീകൾക്കാണ് എന്നർത്ഥം. അതേസമയം 6 ശമ്പളം ഉറപ്പുള്ള 5 സ്റ്റാർ ഷെഫ് ജോലികളിൽ വെറും 5% താഴെ മാത്രമേ സ്ത്രീ സാന്നിധ്യമുള്ളൂ. 5 സ്റ്റാർ ഹോട്ടലുകളിലെ സ്റ്റാർ ഷെഫുകളായിട്ടുള്ള പുരുഷന്മാർ പോലും വീട്ടിൽ എത്രമാത്രം നിത്യപാചകങ്ങളിൽ ഇടപെടാറുണ്ട്, പാത്രം കഴുകാറുണ്ട് എന്നതൊക്കെ സംശയകരമാണ്. അതുപോലെ നമ്മുടെ പല വീടുകളിലും പാചകത്തിൽ അതിവിദഗ്ധരായിട്ടുള്ള സീനിയർ പുരുഷന്മാരെ കാണാം. അവർ വർഷത്തിലൊരിക്കൽ എല്ലാവിധ സ്ത്രീ സഹായങ്ങളും സ്വീകരിച്ചുകൊണ്ട് ഒരു അടപ്രഥമനോ ഒരു ചിക്കൻ കറിയോ മാത്രം വെക്കാറുണ്ട്. അല്ലാതെ ദിവസേനയുള്ള പെടാപ്പാടുകൾ എന്നും സ്ത്രീകളുടെ മാത്രം ബാധ്യതയാവുകയാണ് അടുക്കളകളിലെ പതിവ്. ഈ അവസ്ഥ വർഷങ്ങളായി നമ്മുടെ നാട്ടിൽ തുടർന്നു പോകുന്ന പാട്രിയാർക്കൽ മനസ്ഥിതിയുടെ പ്രതിഫലനമെന്നേ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അതേസമയം ജെൻഡർ റോളുകൾ പുനർവിന്യസിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ അടുത്ത കാലത്ത് അടുക്കള കൈകാര്യം ചെയ്യുന്ന പുരുഷന്മാരുടെ എണ്ണവും കൂടിയിട്ടുണ്ട് എന്നതും അവഗണിച്ചുകൂടാ. കേരളം പോലുള്ളൊരു ഭൂപ്രദേശത്ത് ഭക്ഷണവുമായി ബന്ധപ്പെട്ട പൊതുമണ്ഡലങ്ങൾ അഥവാ പബ്ലിക് സ്ഫിയർ രൂപപ്പെട്ടതുപോലും ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെടേണ്ട കൗതുകമുള്ള ഒരു വസ്തുതയാണ്. ചില്ലലമറയിൽ പലഹാരങ്ങളും തൂങ്ങിയാടുന്ന പഴക്കുലകളുമുള്ള നാടൻ ചായക്കടകളും തലശ്ശേരിയിലെ മാമ്പള്ളി ബാപ്പുവിൽ ആരംഭിച്ച ബേക്കറി സംസ്കാരവും പിന്നീട് വന്ന റെസ്റ്റോറൻറ്റുകളും കഫറ്റീരിയകളും കള്ളുഷാപ്പുകളും ക്യാൻറ്റീനുകളും കോഫി ഹൗസുകളും ഒക്കെ ഈ ഗണത്തിൽ പെടുത്താവുന്ന പൊതു ഇടങ്ങളാണ്. 18-ാം നൂറ്റാണ്ടിൽ യൂറോപ്പിൽ ആരംഭിച്ച കോഫി ഹൗസ് നാടക സംസ്കാരത്തിൽ നിന്നാണ് കോഫി ഹൗസ് എന്ന ആശയം ആദ്യമായി ഉടലെടുക്കുന്നത്. ലണ്ടൻ മൊണാർക്കിയുടെ പുനഃസ്ഥാപന കാലത്ത് ലണ്ടൻ കോഫി ഹൗസുകൾ ഗൗരവമേറിയ അക്കാദമിക് ബൗദ്ധിക പ്രഭാഷണങ്ങളുടെ പ്രശസ്തമായ കേന്ദ്രങ്ങളായിട്ട് മാറിയിരുന്നു. ലണ്ടനിലെ ഓരോ നാടക പ്രവർത്തകർക്കും അവരവർക്ക് പ്രിയപ്പെട്ട കോഫി ഹൗസുകൾ ഉണ്ടായിരുന്നു. ഇംഗ്ലീഷ് സാഹിത്യകാരന്മാരായിട്ടുള്ള ഡ്രൈഡൻ, എഡിസൺ, സ്റ്റീൽ, പോപ്പ്, വെച്ചർലി, കോൺഗ്രീവ് എന്നിവർ വിവിധ കോഫി ഹൗസുകളിലെ പതിവ് സന്ദർശകരായിരുന്നു. ഇന്ത്യയിൽ 1930-കളിൽ നിലനിന്ന തൊഴിലാളി സഹകരണ പ്രസ്ഥാനങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ബോംബെയിൽ ആദ്യത്തെ കോഫി ഹൗസ് നിലവിൽ വരുന്നത്. കൊളോണിയൽ അധിനിവേശത്തോടും ഇംഗ്ലീഷുകാർ ഇന്ത്യക്കാർക്ക് കൽപ്പിച്ച അയിത്തത്തോടുമുള്ള പ്രതികരണമായിട്ട് 1936-ലായിരുന്നു ഇത് സ്ഥാപിക്കപ്പെട്ടത്. പിന്നീട് 1957-ൽ നഷ്ടത്തിലോടുന്ന കോഫി ഹൗസുകൾ നിർത്താൻ കോഫി ബോർഡ് തീരുമാനിക്കുന്നു. അന്ന് കോഫി ഹൗസ് ജീവനക്കാർക്ക് ഒരു യൂണിയൻ ഉണ്ടായിരുന്നു, ഇന്ത്യൻ കോഫി ബോർഡ് ലേബറേഴ്സ് യൂണിയൻ. അതിന്റെ നേതാവ് കമ്മ്യൂണിസ്റ്റുകാരനായ ഒരു മലയാളിയായിരുന്നു. പേര് AK ഗോപാലൻ. ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവായിരുന്ന AK ഗോപാലൻ അഥവാ AKജിയുടെ നേതൃത്വത്തിൽ അടച്ചുപൂട്ടാനൊരുങ്ങിയ കോഫി ഹൗസുകൾ അന്ന് ഈ ജീവനക്കാരുടെ സംഘങ്ങൾ ഏറ്റെടുത്തു. അവയ്ക്ക് ഇന്ത്യൻ കോഫി ഹൗസ് എന്ന പുതിയ പേരുമിട്ടു. പിരിച്ചുവിടപ്പെട്ട തൊഴിലാളികളിൽ ഒട്ടുമിക്കവർക്കും അന്ന് ജോലിയും തിരികെ കിട്ടി. ആദ്യകാലങ്ങളിൽ ICSകാരും പിന്നീട് IASകാരും നടത്തി പൊളിഞ്ഞുപോയ ഒരു ബിസിനസ് തങ്ങൾക്ക് ഏറ്റെടുത്ത് വിജയിപ്പിക്കാനാവുമോ എന്ന് തൊഴിലാളികൾ സംശയിച്ചപ്പോൾ അന്ന് അവർക്ക് വേണ്ട ആത്മവിശ്വാസം നൽകി അതിനെ വിജയിപ്പിച്ചെടുത്തത് AKG നേരിട്ടാണ്. തുടർന്ന് എത്രയെത്ര ഇന്ത്യൻ കോഫി ഹൗസുകൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഉയർന്നു. ഇന്ന് ഇന്ത്യയിൽ 500ഓളം ബ്രാഞ്ചുകളോടെ അതിന്റെ വിജയയാത്ര തുടരുക തന്നെയാണ് ഇന്ത്യൻ കോഫി ഹൗസ്. ഇന്ന് ഒരു 40 വയസ്സിന് മുകളിൽ പ്രായമുള്ള തലമുറയിലെ ആളുകൾക്ക് ഇന്ത്യൻ കോഫി ഹൗസ് എന്നത് ഗൃഹാതുരത്വം തുളുമ്പുന്ന ഒരു ഓർമ്മയാണ്. ബീട്രൂട്ട് ഒളിപ്പിച്ച മസാല ദോശയും കയ്യിലേന്തി വരുന്ന മഹാരാജോ വേഷക്കാരായ കോഫി ഹൗസ് ജീവനക്കാർ ഇന്ത്യൻ ഭക്ഷണ സംസ്കാരത്തിന്റെ പൊതുമണ്ഡലത്തിലെ പ്രധാന ബിംബങ്ങളായി മാറിയിട്ടുണ്ട്. ഇന്ത്യൻ കോഫി ഹൗസിലെ കട്ട്ലറ്റും അവിടുത്തെ മസാല ദോശയും മിതമായ നിരക്കിലെ ഊണുമൊക്കെ കൊതിയോടെ ചെന്നിരുന്ന് കഴിച്ചിട്ടുള്ളവരാണ് മലയാളികളിൽ നല്ലൊരു പങ്കും. മാനവരാശിയുടെ പരിണാമത്തിലും സാംസ്കാരിക അസ്തിത്വത്തിലുമെല്ലാം നിർണായക സ്വാധീനം ചെലുത്തിയ മുഖ്യ ഘടകങ്ങളിലൊന്ന് ആഫ്രിക്കൻ വനാന്തരങ്ങളിലെ പുരാതന മനുഷ്യൻ കനലിൽ ചുട്ടു നിന്നിരുന്ന മാംസം തൊട്ട്
ആധുനിക ലോകത്തെ മോഡുലാർ കിച്ചണുകളിൽ വരെ പല വിധേന പാചകം ചെയ്ത് മനുഷ്യർ ആഹരിച്ചിരുന്ന ഭക്ഷണം തന്നെയാണ്. ഒരു കാലത്ത് മനുഷ്യനെ ജീവനോടെ കാത്ത ആഹാരം തന്നെയാണ് ഇന്ന് അവന് പലവിധ രോഗങ്ങൾ സമ്മാനിക്കുന്നതും. ആരോഗ്യം നിലനിർത്താൻ ആഗ്രഹിക്കുന്ന ഒരാൾ എത്ര നേരം കഴിക്കണം, എന്തൊക്കെ കഴിക്കണം, എങ്ങനെ കഴിക്കണം എന്നീ ചോദ്യങ്ങളിൽ ഇന്നും അന്തമില്ലാത്ത വാദപ്രതിവാദങ്ങൾ നമുക്ക് ചുറ്റും നടക്കുന്നുണ്ട്. ഒരു കാലത്ത് കേവലം വിശപ്പിൻ്റെ വെളിപ്പുറത്ത് മാത്രം നിയന്ത്രിക്കപ്പെട്ടിരുന്ന മനുഷ്യൻ്റെ ആഹാര രീതികൾക്കുമേൽ പിന്നീട് അവൻ്റെ ശീലങ്ങളും വിശ്വാസ പ്രമാണങ്ങളും വിപണിയുടെ തന്ത്രങ്ങളും എല്ലാം ചെലുത്തുന്ന സ്വാധീനങ്ങൾ ഇന്ന് ഏറെ പ്രകടമാണ്. ഭക്ഷണത്തിൻ്റെ പേരിൽ മനുഷ്യൻ തൻ്റെ സഹജീവികൾക്ക് നേരെ കൊലവിളി ഉയർത്തുന്ന ഒരു കെട്ട കാലത്തിലാണ് നമ്മളിന്ന് ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ മനുഷ്യനെ കൂടുതൽ മനുഷ്യപ്പറ്റുള്ളവനാക്കി മാറ്റിയ ഭക്ഷണത്തിൻ്റെ ചരിത്രത്തെ ഒന്ന് ഇഴകിരി പരിശോധിക്കുന്നത് എന്തുകൊണ്ടും പ്രസക്തമായൊരു പ്രവൃത്തി തന്നെയാണ്. മറ്റൊരു വല്ലാത്ത കഥയുമായി ഇനി വരാം.